എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിയുടെ പ്രാക്ടിക്കൽ സെഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പൈലർ എന്ന് പറയുന്നത് ടർബോ C++ൻ്റെ കമ്പൈലർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് നെറ്റിൽ ഡൗൺലോഡബിൾ ആണ്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് തന്നെയാണ് ഞാനത് ലോഡ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ഈ കമ്പൈലർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫങ്ഷൻസ് ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. കാരണം മറ്റുള്ള വിൻഡോ ബേസ്ഡ് ആയിട്ടുള്ള സിയുടെയോ C++ൻ്റെയോ കമ്പൈലർ നമ്മൾ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ വരുമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഫങ്ഷൻസൊക്കെ പഠിക്കണമെന്നില്ല. നമുക്ക് നല്ല രീതിയിൽ ഫങ്ഷൻസൊക്കെ പഠിച്ച് ലോജിക്കൊക്കെ ഡെവലപ്പ് ചെയ്ത് പ്രോഗ്രാമിംഗ് നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലോജിക്ക് എങ്ങനെയാണ്, അതിൽ പ്രോഗ്രാം നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കയറ്റുന്നത് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓരോ ബ്ലോക്കും എങ്ങനെയാണ് എഴുതുന്ന ആ ബ്ലോക്കൊക്കെ നമ്മൾ പിന്നെ ഒരു ടാബ് സ്പേസ് അകത്തോട്ടൊക്കെ നീക്കി ബ്ലോക്കൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. നല്ലൊരു പ്രോഗ്രാമറായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ ആ നീറ്റ്നെസ്സിന് കൂടെ നമുക്കവിടെ ഒരിതുണ്ട്. അതുമല്ല, നമുക്കൊരു പ്രോഗ്രാം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഒരു ബ്ലോക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്തു എവിടെ എൻഡ് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും. എറേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ C++ൻ്റെ കമ്പൈലറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. നമ്മളിപ്പോൾ പുതിയ ഇതനുസരിച്ചിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് ചെയ്യാം. അതിനകത്താകുമ്പോൾ എല്ലാ ലാംഗ്വേജസും എടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സിയുടെ തന്നെ പിന്നെ C++ൻ്റെ ഒരു വിൻഡോ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പൈലേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രോഗ്രാം നല്ല രീതിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടർബോ CPPയുടെ കമ്പൈലർ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മനസ്സിലായോ? അപ്പം മറ്റേതാകുമ്പോൾ നമുക്ക് ഈ സ്പേസ് അടിക്കുമ്പോഴൊക്കെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറേ പിന്നെ ഫങ്ഷൻസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക, അതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഇതിലാകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഫങ്ഷൻസ് ഒക്കെ പഠിച്ചു തന്നെ പോകണം. അപ്പം അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കമ്പൈലർ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ C++ൻ്റെ കമ്പൈലർ ഉപയോഗിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്ന എന്താണ്, ഹാഷ് ഇൻക്ലൂഡ് പറഞ്ഞിട്ടുണ്ട്, stdio.h പറഞ്ഞു, conio.h പറഞ്ഞു അല്ലേ. എന്നിട്ട് ഇവിടെ മെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഇൻറ്റ് മെയിൻ കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ വോയിഡ് മെയിൻ കൊടുക്കാം. അപ്പോൾ വോയിഡ് മെയിൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ പറയണ്ട. ഇൻറ്റ് മെയിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ റിട്ടേൺ അവിടെ സ്പെസിഫൈ ചെയ്യണം. മനസ്സിലായോ? ഇവിടെ മെയിൻ ഫംഗ്ഷന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സെമികോളൻ കൊടുക്കുന്നില്ല. ഒരു ഫംഗ്ഷൻ ഹെഡറിലും നമ്മൾ സെമികോളൻ കൊടുക്കില്ല. ഹെഡറിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ഹെഡറിൽ പിന്നെ സെമികോളൻ കൊടുക്കണ്ട. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞത് കൊണ്ട് നമുക്ക് ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു ചെറിയ പ്രോഗ്രാമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ സിമ്പിൾ പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ആദ്യം ക്ലിയർ സ്ക്രീൻ CLR SCR എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ CLR SCR കൊടുത്തിട്ടുണ്ട്. അതുപോലെ getch എന്ന് പറയുന്ന അനദർ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ CLR SCR പറയുന്നത് എന്താണ്, സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CLR SCR എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്തിട്ട് പുതുതായിട്ട് എന്ത് ചെയ്യാം, ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്ക്രീനിൽ നമ്മുടെ ബാക്കിയുള്ള ഇനിയുള്ള റണ്ണിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം അല്ലേ. അതുപോലെ getch എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ ആ ഒരു സ്ക്രീനിൽ തന്നെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് getch കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി getch എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഒന്നും അല്ല അല്ലേ. അത് ആക്ച്വലി എന്താണ്, ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. ഗെറ്റ് കാർ പറയുന്നില്ലേ, ഗെറ്റ് കാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ക്യാരക്ടർ റീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ getch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു കീ പ്രസ് ചെയ്യുന്ന വരെ അവിടെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ചെയ്യുന്ന എന്താണ്, നമ്മൾ പ്രസ് ചെയ്യുന്ന കീ അവിടെ ഒരു ഇൻപുട്ട് ആയിട്ട് എടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അതിന് ഒരു വേരിയബിളിൽ ഗെറ്റ് ചെയ്തിട്ട് തന്നെ അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കാം. മനസ്സിലാവുന്നുണ്ടോ? നോർമലി നമ്മൾ എല്ലാ പ്രോഗ്രാമിന്റെ എൻഡിലാണ് കൊടുക്കുന്നതെങ്കിൽ പോലും നമുക്കിപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു ക്യാരക്ടർ വേരിയബിളിലോട്ട് ക്യാരക്ടർ വേരിയബിൾ ഈക്വൽ ടു getch ഓഫ് ബ്രാക്കറ്റ് കൊടുത്ത് സെമിക്കോളൻ കൊടുത്ത് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ആ ഒരു നമ്മൾ ഏത് കീ ആണോ പ്രസ് ചെയ്യുന്നത് ആ കീ അവിടെ ആ ക്യാരക്ടറിലോട്ട് റീഡ് ആവും. നമുക്കത് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് നമുക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ 2 നമ്പർ റീഡ് ചെയ്തിട്ട് സം ചെയ്യുവാണ് ഞാൻ. അപ്പൊ ഇവിടെ ഞാൻ എന്താ കൊടുക്കുന്നത്, ഡിക്ലറേഷൻ കൊടുത്തു അല്ലേ. ഇൻറ്റ് A, B എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ഒരു പ്രോംപ്റ്റിംഗ് മെസ്സേജ് കൊടുക്കുകയാണ്. printf എന്താ പറഞ്ഞു, എൻ്റർ 2 numbers എന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റർ 2 numbers എന്ന് പറഞ്ഞു.
അപ്പോൾ ഒരു പ്രോംപ്റ്റിംഗ് മെസ്സേജ് വന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യുന്നത്? സ്കാൻഎഫ് പറഞ്ഞിട്ട് വാല്യൂ റീഡ് ചെയ്യുവാണ്. സ്കാൻഎഫ് ഏതാണ് നമ്മൾ പറഞ്ഞു? കോഡ്സിനകത്ത് %d %d അല്ലേ? ഇതിനകത്ത് സ്പേസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കരുത്. ഒരു ഫോർമാറ്റിംഗ് ഒന്നും സ്കാൻഎഫിനകത്ത് കൊടുക്കാൻ പറ്റൂല. അതൊന്നും അവിടെ പോസിബിൾ അല്ല. എത്ര വാല്യൂസ് റീഡ് ചെയ്യുന്നുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിന്നെ കൺവേർഷൻ ക്യാരക്ടർ അവിടെ സ്പെസിഫൈ ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ 2 ഇൻറ്റിജർ ആയതുകൊണ്ട് എന്ത് കൊടുത്തു? 2 %d കൊടുത്തു അല്ലേ? ഇനി എന്താ പറഞ്ഞു? ഒരു അഡ്രസ് സിമ്പിൾ വേണമെന്ന് പറഞ്ഞു അല്ലേ? അഡ്രസ് ഓഫ് എ അഡ്രസ് ഓഫ് ബി അല്ലേ? അതവിടെ കൊടുത്തു അല്ലേ? ഇനിയിപ്പോൾ എനിക്ക് പിന്നെ സം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ സം ചെയ്യാനാണെങ്കിൽ എന്താ പറയേണ്ടത്? ഒരു സി എന്ന് പറഞ്ഞിട്ട് അനദർ ഒരു വേരിയബിളും കൂടി ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്തിട്ട് എന്താ പറയാ? ഇവിടെ സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയാം അല്ലേ? എ പ്ലസ് ബി എന്ന് പറഞ്ഞു. ഇതിനെ ഇനി നമുക്ക് പല രീതിയിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ഈ പ്രിന്റ് എഫിൽ ഓരോന്നും നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ കൊടുക്കുകയാണേ. ഒരു പ്രോംപ്റ്റിംഗ് മെസ്സേജ് ആയിട്ട് കൊടുത്തു. ആദ്യം സം ഈക്വൽ ടു %d എന്ന് പറഞ്ഞു. ഓക്കെ, %d കോമ ഇട്ടിട്ട് ഏതാണ്? സിയുടെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത് അല്ലെ? സം മാത്രമേ അവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുന്നതെന്ന്. ഇതിപ്പോ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നു? റണ്ണിൽ പോയിട്ട് ഇവിടെ റൺ പറഞ്ഞു അല്ലേ? ഇപ്പൊ ഇവിടെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇവിടെ എറർ ഒന്നും ഇല്ല. ഞാനിപ്പോ 12 സെക്കൻഡ് വാല്യൂ ആയിട്ട് 10 കൊടുത്തു. കണ്ടോ? സം ഈക്വൽ ടു 22 എന്ന് പ്രിന്റ് ചെയ്തു അല്ലെ? ഇത് ഞാൻ ഇപ്പൊ എന്താണ്? ഗെറ്റ് CH വന്ന് നിൽക്കുക അല്ലെ? ഗെറ്റ് CHൽ വന്ന് നിൽക്കുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്താൽ, അല്ലാതെ ഏത് കീ എന്നില്ല, ആക്റ്റീവ് ആയിട്ടുള്ള ഏത് കീ പ്രസ് ചെയ്താലും എന്താണ്? അത് ആക്ച്വലി ആ ഇൻപുട്ട് റീഡ് ചെയ്ത് പുറത്തു വരുവാണ് ചെയ്യുന്നത്. ആ ഒരു കീ സ്ട്രോക്കിന് വേണ്ടിയാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനി ഇത് തന്നെ ഞാൻ ഈ പ്രിന്റ് എഫ് തന്നെ എങ്ങനെ കൊടുക്കുകയാണ്? പ്രിന്റ് എഫ് %d. ഇതിനകത്ത് നമുക്ക് ഫോർമാറ്റിംഗ് ഒക്കെ പറയാം. അപ്പൊ പ്രിന്റ് എഫിൽ നമ്മൾ പറഞ്ഞു അതിനകത്ത് നമുക്ക് ഫോർമാറ്റിംഗ് എല്ലാം പറയാന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഈ ഫോർമാറ്റിംഗ് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കാൻ പോണേ. എങ്ങനെയാ? %d പ്ലസ് സ്പേസ് ഇട്ടിട്ട് അഗെയിൻ ഒരു %d സ്പേസ് ഇട്ടു ഈക്വൽ ടു അഗെയിൻ എന്താണ്? %d അല്ലേ? ഇങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ആദ്യത്തെ %dയിൽ എ വരണം, രണ്ടാമത്തതിൽ ബി വരണം, മൂന്നാമത്തതിൽ സി വരണം അല്ലേ? ഇങ്ങനെയാണ് എനിക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. ഓരോന്നും അല്ലേ? ആദ്യത്തെ സം ഞാൻ ചെയ്തത് ഇവിടെ കിടക്കുകയാണ് അല്ലേ? അപ്പൊ ഇവിടെ ഇത് ഓരോ ലൈനും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം? ഒരു ന്യൂ ലൈൻ കൊടുക്കണം അല്ലേ? ഇപ്പൊ ഇത് ന്യൂ ലൈനിൽ വന്നു. അടുത്തത് ഇവിടെ വീണ്ടും അടുത്തൊരു ന്യൂ ലൈൻ കൊടുത്തു അല്ലെ? അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറ്റുക? സം ഇസ് ഈക്വൽ ടു ഈ 22 എന്ന് പ്രിന്റ് ചെയ്തില്ലേ നേരത്തെ? അതിന്റെ അതേ ലൈനിൽ തന്നെ അടുത്ത ലൈൻ വരും. മനസ്സിലായോ? അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ലൈനും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ന്യൂ ലൈൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ആദ്യത്തെ %dയിൽ എ വരും, രണ്ടാമത്തെ %dയിൽ ബി വരും, മൂന്നാമത്തെ %dയിൽ സി വരും അല്ലെ? ഇപ്പൊ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യാൻ വേണ്ടി കണ്ടോ? എൻ്റർ 2 നമ്പേഴ്സ് എന്ന് വന്നു. സെയിം നമ്പർ തന്നെ കൊടുക്കാം. 12ഉം രണ്ടാമത്തത് 10ഉം കൊടുത്തു. കണ്ടോ? അപ്പൊ ആദ്യത്തത് സം ഇസ് ഈക്വൽ ടു, ഞാൻ ഒരു ന്യൂ ലൈൻ കൊടുത്തോണ്ടാണ് ഈ ഗ്യാപ്പ് വന്നത്. കണ്ടോ? അപ്പൊ ഈ ആദ്യ സം എന്നുള്ള ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് ലൈൻ വന്നതിന് ശേഷം എന്ത് ചെയ്തു? 12 + 10 = 22 എന്ന് വന്നു. കണ്ടോ? അപ്പൊ ഇതൊരു കീ സ്ട്രോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഒരു കീ പ്രസ് ചെയ്തു. കണ്ടോ? ഇതാണ് സംഭവം. അപ്പൊ ഇതുപോലെ നമുക്ക് എന്താണോ ഔട്ട്പുട്ട് വരേണ്ടത് ആ രീതിക്ക് നമ്മൾ പ്രിന്റ് എഫിനകത്ത് എന്താണ് മോഡിഫിക്കേഷൻ വേണ്ടതെന്നുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക. ഒരു ഫോർമാറ്റ് എങ്ങനെ പ്രിന്റ് ചെയ്യണം എന്നുള്ളത് പ്രിന്റ് എഫിനകത്ത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. മനസ്സിലായോ? അതാണ് കാര്യം. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ലൈൻ, ഒരു ഫുൾ ലൈൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ കൊടുക്കും? പ്രിന്റ് എഫ് ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോട്ട്സിനകത്ത് ആദ്യം ന്യൂ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്നിട്ട് ഒരു ലൈൻ അവിടെ കൊടുക്കുവാണെങ്കിൽ ഇത്രയും അവിടെ പ്രിന്റ് ചെയ്യും. ഇത്രയും ലൈൻ, അതായത് ഹൈഫൺ പ്രിന്റ് ചെയ്യുമ്പോൾ ലൈൻ ആയി അല്ലേ? അതവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം നമുക്ക്. 12, 10 കണ്ട, ഇങ്ങനെ അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞു ഗെറ്റ് CH നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ? ഞാനിവിടെ ഒരു ക്യാരക്ടർ വേരിയബിള്
ഡിക്ലെയർ ചെയ്യാണ് CH എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. C കൊടുക്കാൻ പറ്റൂല, കാരണം എന്താ, C നമ്മൾ ആൾറെഡി ഉപയോഗിച്ചിരിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ പറയുകയാണ് CH ഈക്വൽ ടു ഈ get CH പറയാം. നമുക്ക് വേറെ get CH കൊടുക്കാം. ആ get CH അവിടെ നമുക്കത് കീ സ്ട്രോക്ക് ആയിട്ട് തന്നെ കിടന്നോട്ടെ. get CH അല്ലേ, get CH ഇത് കൊടുത്തു. എന്നിട്ട് ഈ CH നെ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. പ്രിന്റ് F പെർസെൻറ്റേജ് ഏതാണ്, C അല്ലേ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്, പെർസെൻറ്റേജ് C. അത് നമുക്കൊരു ന്യൂ ലൈൻ ഇട്ട് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ലൈനിന്റെ എൻഡിലായിട്ട് വീണ്ടും കയറി വരും അല്ലേ, ആ ലൈനിന്റെ എൻഡിലായിട്ടായിരിക്കും പ്രിന്റ് വരുന്നത്. നമുക്കിതിപ്പോ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടി, അത് ഞാനത് പറഞ്ഞതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. CH കണ്ട ഒരു വേരിയബിൾ ഇട്ടു. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. 12ഉം 10ഉം തന്നെ കൊടുക്കാം. കണ്ടോ, ഇപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ, ഞാൻ ഇവിടെ 6 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്രസ് ചെയ്യാൻ പോകുന്നത്. 6 കണ്ട, ഞാൻ ക്യാപ്സ് ഓൺ ആക്കിയിരുന്നില്ല, അതുകൊണ്ട് സ്മോൾ ലെറ്റർ R എടുത്തു. ഇനി വേറൊരു get CH താഴെ കിടപ്പുണ്ട്, അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള, അതായത് നമ്മളിപ്പോ സെലക്ട് കേസ് ഒക്കെ സ്വിച്ച് കേസ് ഒക്കെ പറഞ്ഞ് ചെയ്യുന്നില്ലേ, ആ സമയത്ത് നമുക്ക് മെനു ഓപ്ഷൻസ് ഒക്കെ റീഡ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് get CH യൂസ് ചെയ്യാം. പക്ഷെ അതിന്റെ ഇതെന്താന്ന് വെച്ചാല് അത് സ്ക്രീനിൽ കാണിക്കില്ല, നമ്മൾ കീ പ്രസ് ചെയ്യുന്നത് സ്ക്രീനിൽ കാണിക്കില്ല. ഇപ്പൊ ഇവിടെ കാണിച്ചതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാനിവിടെ printf CH പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റിൽ അല്ലേ, printf CH പ്രിന്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ CH അവിടെ കാണിച്ചത്. മനസ്സിലായോ? അപ്പൊ അല്ലാതെ നമ്മൾ കീ സ്ട്രോക്ക് പ്രസ് ചെയ്യുന്നിടത്ത് ഞാനിപ്പോ ഈ printf കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ കമന്റ് ഇടുന്നു നോക്കൂ, അതൊന്നും അവിടെ കാണിക്കില്ല. ഞാനിപ്പോ ഇത് കമന്റ് ആക്കി, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. 12ഉം കൊടുത്തു, 10ഉം കൊടുത്തു. ഇതിപ്പോ മറ്റേനും യൂസ് ഇല്ല, നേരത്തെ കിടക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു കീക്ക് വെയിറ്റ് ചെയ്യുവാണ്, ഞാൻ വീണ്ടും 6 തന്നെ പ്രസ് ചെയ്യുക. കണ്ടോ, ഒന്നും പ്രിന്റ് ചെയ്തില്ല അല്ലേ. ഇനി സെക്കൻഡ് get CH ന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അവിടെ ഞാൻ വീണ്ടും ഒരു കീ പ്രസ് ചെയ്ത് അത് ഔട്ട് ചെയ്ത് പുറത്തു വരും, കാരണം എന്താ, അവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പൊ ഈ get CH ന്റെ ഗുണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഇത് ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ പ്രസ് ചെയ്യുന്ന കീ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കില്ല. അപ്പൊ നമുക്ക് അവിടെ അതിന്റെ യൂസേജ് വരുന്നെന്ന് പറഞ്ഞാല് എന്താ, ഏതിലാ വരുന്നത്, നമ്മളൊരു മെനു പ്രോഗ്രാം റൺ ചെയ്യുവാണ്, എനിക്ക് അവിടെ ആ ക്യാരക്ടർ ഡിസ്പ്ലേ വരണ്ട, പക്ഷെ സെലക്ഷൻ പിക്ക് ചെയ്ത് പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, get CH പറഞ്ഞിട്ട്, ക്യാരക്ടർ ആണെങ്കിൽ get CH പറഞ്ഞിട്ട് നമുക്കത് റീഡ് ചെയ്യാം. ക്യാരക്ടർ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ അത് നമുക്കത് റീഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, പക്ഷെ ആ ഡിസ്പ്ലേ ഇവിടെ കാണിക്കില്ല. ഇപ്പം ഞാനൊരു മെനു പ്രോഗ്രാം ചെയ്യുവാണ്, ഇപ്പൊ ഒരു എന്താണ് കാൽക്കുലേറ്ററിന്റെ ചെയ്യുവാണ്. ഇപ്പൊ 1 കൊടുക്കുവാണെങ്കിൽ സബ്ട്രാക്ഷൻ, 2 കൊടുക്കുവാണെങ്കിൽ പിന്നെ എന്താണ് 2 ആണെങ്കിൽ അഡീഷൻ, മനസ്സിലായോ, 3 ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ പോവാണ്. അപ്പം ഞാൻ 1 2 3 എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ഓരോന്നിന്റെയും സ്റ്റാർട്ടിംഗ് ലെറ്റർ വേണമെങ്കിൽ കൊടുക്കാം അല്ലെ. 1 2 3 എന്ന് ഞാൻ കൊടുക്കുവാണെങ്കിൽ get CH വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായിട്ട് കൊടുക്കണം, ക്യാരക്ടർ വേരിയബിൾ ആയിട്ട് കൊടുക്കണം. അപ്പൊ സ്വിച്ച് കേസിൽ അത് ക്യാരക്ടർ ആയിട്ട് വേണം ചെക്ക് ചെയ്യാൻ, സിംഗിൾ കോട്ട്സ് ഇട്ട് വേണം ചെക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്കത് ചെയ്യുന്ന സമയത്ത് രണ്ടും എല്ലാം നമുക്കത് ചെയ്ത് നോക്കാം. അത് 1 2 3 എന്ന് കൊടുത്താലും അങ്ങനെ ചെയ്യാം, ക്യാരക്ടർ ആയിട്ട് ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഓരോന്നിന്റെയും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട്, സബ്ട്രാക്ഷൻ ആണെങ്കിൽ S കൊടുക്കുക, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ M കൊടുക്കുക, അങ്ങനെ വെച്ചിട്ടും ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ ചെയ്തത്. ഓക്കെ, നമുക്കൊരു ഇഫ് വെച്ചിട്ടൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഇഫ് ചെയ്യാം. 2 നമ്പർ റീഡ് ചെയ്തിട്ട് അതിലെ ഗ്രേറ്റർ നമ്പർ പ്രിന്റ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ABC കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എയും ബിയും നമുക്ക് എഴുതുന്നെടുക്കാം. ഞാനിവിടെ ഒരു printf മെസ്സേജ് കൊടുക്കുകയാണ്. printf എന്താണ് പറഞ്ഞേ, enter 2 numbers എന്ന് കൊടുത്തു. ഓക്കെ, ഇതിനകത്ത് വാല്യൂ റീഡ് ചെയ്യാം അല്ലേ. scanf percentage d percentage d. ഓക്കെ, കോട്ട്സ് ക്ലോസ് ചെയ്തു, കോമ ഇട്ടു, ആംപർസെന്റ് ഓഫ് a കോമ ആംപർസെന്റ് ഓഫ് b അല്ലേ. 2 വാല്യൂ, 2 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. 2 നമ്പേഴ്സിലെ ഗ്രേറ്റർ നമ്പർ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, if കൊടുക്കാം അല്ലേ. കണ്ടോ, കീവേഡ്സ് എല്ലാം നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. കണ്ടോ, എല്ലാം വൈറ്റ് കളർ ലെറ്റേഴ്സ് ആണ് അല്ലേ. void ഡാറ്റ ടൈപ്പ് ആണ്, int ഡാറ്റ ടൈപ്പ് ആണ്, if ഡാറ്റ ടൈപ്പ് ആണ്. scanf എന്ന് പറയുന്നതൊക്കെ എന്താണ്, ഫംഗ്ഷൻ ആണ്. scanf, printf, get ch, main കണ്ടോ, എല്ലാ ഫംഗ്ഷൻ ആണ്. അതൊക്കെ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ കൊടുക്കുകയാണ് a greater than
ബി ആണോ നോക്കി. കണ്ടോ? ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? printf ഡബിൾ കോട്സിനകത്ത് a is greater എന്ന് കൊടുത്തു. അല്ലേ? അടുത്തത് എൽസിൽ എന്താ പറയാ? എൽസ് printf ഏതാണ് ഗ്രേറ്റർ? ബി. കണ്ടോ? ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തു. 12 10 തന്നെ കൊടുത്തോളൂ. കണ്ടോ? എ ഈസ് ഗ്രേറ്റർ എന്നും പറഞ്ഞു വന്നു അല്ലേ? അപ്പൊ എ ബി സി എന്ന് പറഞ്ഞ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 3 നമ്മൾ ഇവിടെ സ്കാൻഎഫ് പറഞ്ഞ് റീഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോ എങ്ങനെ ചെയ്യും നമ്മള്? എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി അല്ലേ? എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി, അതായത് എ ഗ്രേറ്റർ ദാൻ സി അല്ലേ? ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? എയും ബിയും ആയിട്ട് ചെക്ക് ചെയ്യുക, അതുപോലെ എയും സിയും ആയിട്ട് ചെക്ക് ചെയ്യുക. രണ്ടിലും ഗ്രേറ്റർ നമ്പർ എ ആണെങ്കിൽ ഏതാണ് ഗ്രേറ്റർ? printf എ അല്ലേ? എ ഈസ് ഗ്രേറ്റർ. ഞാനിപ്പോ എ ഈസ് ഗ്രേറ്റർ എന്ന് എഴുതി. അതേ സമയത്ത് എനിക്ക് ആ വാല്യൂ ആണ് വരേണ്ടതെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? എക്ക് പകരം എന്ത് കൊടുക്കണം? %d കൊടുത്തിട്ട് ആ വേരിയബിൾ അവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കണം. നേരത്തെ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ച പോലെ. മനസ്സിലായോ? അതുപോലെ നമ്മൾ ഈ ഇഫ് എഴുതുമ്പോൾ അതിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും ഇന്നർ ആയിട്ട് എഴുതുക. അപ്പൊ നമുക്ക് ഇഫ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ അറിയാൻ പറ്റും. മനസ്സിലായോ? അടുത്ത എൽസ് ഇഫ് എഴുതുമ്പോൾ ഇഫിന്റെ നേരെ താഴെയായിട്ട് എഴുതുക. അപ്പൊ എവിടെയൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, ബ്രാക്കറ്റ്സ് ഇപ്പൊ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് കേളി ബ്രാക്കറ്റ്സ് വേണ്ട അല്ലെ? സിംഗിൾ സ്റ്റേറ്റ്മെന്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ കേളി ബ്രാക്കറ്റ്സ് കൊടുക്കണം. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ കേളി ബ്രാക്കറ്റ്സ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഗുണം. കണ്ടോ? ഇവിടെ അടുത്തതില് printf എന്താ പറഞ്ഞു? ബി ഈസ് ഗ്രേറ്റർ അല്ലേ? അപ്പൊ ഇത് രണ്ടും അല്ലെങ്കിലോ? കണ്ടോ? എൽസിനും ഇഫിനും ഇടയ്ക്ക് സ്പേസ് ഉണ്ട്. അതൊക്കെ നോക്കിക്കോണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുന്നത് തന്നെ. ഓക്കെ, എൽസ് എന്ത് കൊടുക്കാം? printf സി അല്ലേ? സി ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ടെൻ 20 30 കണ്ട? സി ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞു വന്നു അല്ലേ? ഇത് സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം ആണ് അല്ലേ? നമുക്കിപ്പോൾ എങ്ങനെ ഇഫ് യൂസ് ചെയ്യാം, എങ്ങനെ എൽസ് യൂസ് ചെയ്യാം, ജസ്റ്റ് ആ മെയിൻ എങ്ങനെയാണ് വരുന്നത് അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പ്രോഗ്രാം നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കി എല്ലാവരും നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അത് ഞാൻ അതനുസരിച്ചിട്ടുള്ള സെഷൻസ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ബൈ. നെക്സ്റ്റ് ടൈം കാണാം.